ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈസ്കേസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സ്വീഡനിലെ ഗോതംബർഗിലെ ഇവിടുത്തെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കും വാട്ടർ പാർക്കുമായ ലിസ്ബർഗിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകുക. ഇന്ന് ഞാൻ ഈ ഡിസംബർ മാസത്തിലൂടെ വരാൻ കാര്യം, സാധാരണ ഈ ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ അകത്ത് ക്രിസ്മസ് മാർക്കറ്റും ഉണ്ട്. അതായത് നമ്മൾ ക്രിസ്മസിൻ്റെ സാധനങ്ങളെല്ലാം വീട്ടിലത്തേക്ക് വാങ്ങുന്നതിനുള്ള അതിനുള്ള മാർക്കറ്റിംഗ് സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. ആ ഒരു മാർക്കറ്റിംഗ് കൂടെ വിസിറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരുമിച്ച് ഉള്ളിലോട്ട് പോകാം. ഓക്കെ. സാധാരണ നവംബർ എൻഡും ഈ ഡിസംബറിലൊക്കെ നല്ല സ്നോഫോൾ ആവാവുന്നതാണ്. പക്ഷേ എന്തോ ഇത്തവണ സ്നോഫോൾ ആയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കാലാവസ്ഥ വ്യത്യാസം കൊണ്ടായിരിക്കാം. മുമ്പും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വർഷങ്ങളിൽ ഇതേപോലെ സ്നോഫോളൊന്നും ഉണ്ടാകത്തില്ലെന്ന്. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ എന്തോ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചെന്നായിരിക്കാം ഈ ഒരു സ്നോ ഒക്കെ. അതിന് കാർബണിൻ്റെ തെർമോക്കോളിൻ്റെ പേപ്പറാ പൊടിയാ അതേപോലെ വേറെ എന്തെങ്കിലും വെച്ച് അതേപോലെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല. എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. എന്തായാലും ഇപ്പോൾ ഞാൻ പോകുന്നത് ഒരു വിൻറ്റേജ് മാർക്കറ്റ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയിട്ട് വരാം. പിന്നെ കൈസ് ഈ കാണുന്ന സംഭവങ്ങളുണ്ടല്ലേ, ഇതേപോലെ ഇഗ്ലു ഇല്ലേ, ഐസൊക്കെ വെച്ചുണ്ടാക്കുന്ന അതിൻ്റെ ആ ഒരു ഷേപ്പിൽ അതിൻ്റെ അകത്ത് സംഭവം ആളുകൾ സാധനങ്ങൾ, അതായത് കോഫിയും അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിക്കുന്നത് ഫാമിലിയായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇനി വേറെ സാധനം കാണിച്ചു തരാം. മറ്റേ ഐസ് സ്കേറ്റിംഗ് ഇല്ലേ, അതുപോലത്തെ പിള്ളേർക്കുള്ളതാണ്. പിള്ളേരും വലിയ ആളുകളും എല്ലാവരും ചെയ്യുന്നുണ്ട് ഐസ് സ്കേറ്റിങ്. ഇത് കാണാൻ കഴിയും ഫുള്ള്. എനിക്ക് തോന്നുന്നു അടിയിലത്തെ ലെയർ മാർബിളോ എന്തോ ആണ്, അത് എന്താണെന്ന് ഞാൻ പറയാം. പക്ഷെ നല്ല രീതിയിൽ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ ക്രിസ്മസ് മാർക്കറ്റ്. ഇത് കാണാൻ കഴിയും. സാധാരണ ഈ സമയത്ത് ഫുള്ള് മഞ്ഞാണ്, പക്ഷെ മഞ്ഞില്ല, പകരം നല്ല ചാറ്റൽ മഴയുണ്ട്. ഫുള്ള് ഇത് കാണാൻ കഴിയും. ഫുള്ള് നനഞ്ഞു കുളിച്ചിരിക്കുക. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോവാം. എനിക്ക് ഇത് തോന്നുന്നു വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഈ ഒരു ഏരിയ ഫുള്ള് കൊച്ചു പിള്ളേർക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ നോക്കാം. ഫുള്ള് കൊച്ചു പിള്ളേർ അവരെ പാരൻസുമായിട്ടൊക്കെ നിൽക്കുന്നത്. വേറെ വല്ലതും ഉണ്ടാകുന്നതോ അറിയാൻ വയ്യ. ഉണ്ടല്ലേ
Ja, välkomna in, välkomna. പൈസ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അതും സംഭവം ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ സ്വീഡിഷ് ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം ഇട്ടുണ്ടാകും. ഇവിടെയുള്ള ആളുകൾ ഇപ്പം നമ്മളിപ്പോൾ ഓരോ കൗണ്ടറിൽ ചെല്ലുന്ന സമയത്തായാലും അവർ നമുക്ക് അങ്ങോട്ട് പെർമിഷൻ തരുന്നിട്ടല്ല അങ്ങോട്ട് കയറുന്നത്. ആ സമയത്തൊക്കെ ഇവിടെയുള്ള എംപ്ലോയേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അതുപോലത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. അതായത് പണ്ടത്തെ സ്വീഡിഷുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് കാണിച്ചു തരാം ഞാൻ എന്തായാലും. Wishing list. Önskelista. Interrupt. Sorry, what is this? Oh, sorry. It's a wishing list. So you can just write your wishes, like, and then name, and you can put it in one of the posts. Okay. For the wishing machine. Okay. ഗൈസ്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്രിസ്മസിൻ്റെ ആളുകൾക്ക് നമ്മൾ വിഷ് ചെയ്യത്തില്ല. നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് കാർഡ് അടിക്കുന്നത് പോലെ ഇവിടെയുള്ളവർക്ക് നമുക്ക് 3 പേരെഴുതിയിട്ട് ഇവരൊരു വിഷിംഗ് ബോക്സ് ഉണ്ട്, അതിലോട്ട് ഇട്ട് കഴിയാം. ചേച്ചി ഞാനൊരു ലെറ്ററിൽ പേരെഴുതിയിട്ടില്ലായിരുന്നു. അതായത് നമുക്ക് ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു 3 പേരുടെ പേര് നമുക്ക് അതിൽ എഴുതാൻ പറ്റും. അവരെനിക്ക് തന്നത്. എന്നിട്ട് ഞാനിപ്പോൾ കണ്ട ഒരു ബോക്സിലിട്ട് കൂടുതലും കൊച്ചു പിള്ളേരൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. ആ കാണുന്ന ഒരു എൻട്രൻസ് കണ്ടില്ലേ, അവിടെ എന്ന് പറയുമ്പോൾ സാന്താക്ലോസിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും ക്യൂ ഓൾമോസ്റ്റ് 30 മിനിറ്റോളം ക്യൂ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണണമെന്ന് നിർബന്ധമില്ലെങ്കിൽ പുറത്ത് ഒരു വിൻഡോസ് ഇല്ലേ, അതിൻ്റെ അകത്തൂടെ ഉള്ളിൽ നോക്കി കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം.
രക്ഷയല്ല. നല്ല അടിപൊളി, എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് കാണാനുണ്ട്. എനിക്ക് ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടില്ല, ലിസ്ബർഗിൻ്റെ അകത്ത് ഞാൻ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകണമെങ്കിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റ്, അതായത് ക്രിസ്മസിൻ്റെ 2-3 ദിവസമായിട്ട് പോയാൽ മതി, അതാകുമ്പം ഈ ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് റൈഡുകളും നമുക്കത് കയറാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ക്യാമറയും ബാഗും എല്ലാം കൂടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് റൈഡിലൊന്നും കയറാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ലോക്കറ സൗകര്യം എന്തോ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം സംസാരിക്കാനൊന്നും വയ്യ, തണുപ്പുണ്ട്. ഈ സ്നോഫാളില്ലെങ്കിലും തണുപ്പിന് കുറവില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്ലൗസ് എടുക്കാനും മറന്നുപോയി. കൈയൊക്കെ നല്ല തണുത്ത് മരവിച്ചിരിക്കുക. പക്ഷേ എന്നാലും നല്ല രസമുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് റൈഡിൽ കയറണമെങ്കിൽ ഇതൊന്നും എൻ്റെ ബാഗിരിക്കുന്നു. ആ ബാഗ്, ക്യാമറ ബാഗാണ്, അത് എവിടെയും കൊണ്ട് വച്ചിട്ടാണ് എനിക്കിനി ഈ റൈഡിലൊക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും നോക്കാം. Thank you. You want a drink with it? Sorry? You want a drink too? Yeah, also need. Okay. Där är standard. Lite större standard. കേസ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നായിരുന്നു. അങ്ങനെ താഴോട്ട് ഈ ഒരു ഷോപ്പിലോട്ട് വന്ന സമയത്ത് ഇവിടെ മൂസിൻ്റെയും എൽക്ക് അങ്ങനെ എന്തോ 2 അനിമൽസിൻ്റെ മീറ്റും മറ്റേ ഷവർമ്മ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിച്ചോളൂ, ടേസ്റ്റ് ഉണ്ടായില്ലേന്ന്. കൊള്ളാം, നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ. ഫുള്ള് മീറ്റാണ്. ഇതിൻ്റെ സൈഡിൽ ഫുള്ള് നമ്മളെ ഒരു ടോട്ടൽ ഒരു സംഭവം വെച്ചാൽ ഷവർമ്മ പോലത്തെ ഒരു സാധനം വെച്ച് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ നടുക്ക അവർ മീറ്റ് കൊണ്ട് നിറച്ചിരിക്കുന്നത് കണ്ടോ. പിന്നെ എന്തൊക്കെയോ സോസും ഒണിയനൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. Lina önskar sig en Barbie-docka. Då har jag en. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ലിസ്ബർഗിലെ വിശേഷങ്ങളും ഈ ഒരു കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഞാൻ എല്ലാവർക്കും പേഴ്സണൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ഈ ലിസ്ബർഗിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്, പല ഭാഗത്തു നിന്നുണ്ട്, വെറൈറ്റി ട്രഡീഷണൽ ഫുഡുണ്ട്. അതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ക്രിസ്മസിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഈ സ്ഥലം ഫുള്ള് ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് നമുക്ക് എല്ലാ റൈഡിലും കയറി എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാവർക്കും പേഴ്സണൽ റെക്കമെൻഡ് ചെയ്യുന്നു. എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ നിർത്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്തോ. ഓക്കെ, ബൈ, താങ്ക് യു.